ഹായ്, ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2:30, 3 മണിയായി കേട്ടോ. ഉം. വസ്ത്രയുടെ പുറകെ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ഇന്നലെ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഉം. എന്താണ്? ഒരു സ്കാം നമ്മുടെ വസ്ത്രയുടെ പേരിൽ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴേക്കും കോൾ വന്നു. അതാ കട്ട് ചെയ്തത് കേട്ടോ. ആ. അപ്പോൾ ഒരു സ്കാം നടക്കുന്നുണ്ട്. വസ്ത്രയുടെ പേരും പറഞ്ഞിട്ട്. മുന്നേ ഒരു ദിവസം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്നെ ഒരാൾ വിളിച്ചിട്ട് വസ്ത്രമൊക്കെ ഒരു വലിയ ബണ്ടിൽ വന്നിരിപ്പുണ്ട്, പേയ്മെന്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇന്ന് രാവിലെ അമ്മയാണ് ആദ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു വസ്ത്രയുടെ പേരിൽ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, 1200 രൂപ പേ ചെയ്യണം. അപ്പൊ അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, അത് എന്തായാലും മോൾക്കെ അറിയാവൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ കോൾ കിട്ടിയത് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് കണ്ടിന്യൂസ് കുറച്ച് പേര് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇങ്ങനെ അവർക്കൊക്കെ കോൾ പോകുന്നു, റേസർ പേന്ന് കോൾ പോകുന്നു, ട്രാൻസാക്ഷൻ ഐഡി ചോദിക്കുന്നു. അവര് പർച്ചേസ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് അവര് തന്നെ പറയുന്നു. അമ്മയെ വിളിച്ച നമ്പർ അവരെല്ലാവരും വിളിച്ച നമ്പറും സെയിം ആട്ടോ. അതുകൊണ്ട് നിങ്ങളാരും തട്ടിപ്പിലൊന്നും വസ്ത്രയുടെ പേരിൽ ഒരു തട്ടിപ്പിലും ചെന്ന് പെടരുത്. നിങ്ങളെ വെബ്സൈറ്റ് ത്രൂവോ ഗൂഗിൾ പേ ഞാൻ എല്ലാ വീഡിയോസിന്റെ താഴെയും കൊടുത്തിട്ടുണ്ടാവും. അതുവഴിയോ പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ സാധനം പ്രോഡക്റ്റ് വീട്ടിൽ കിട്ടും. അല്ലാതെ വേറെ ആര് ഏത് നമ്പർ കമന്റിന്റെ ഒക്കെ താഴെ തന്നാലും നിങ്ങൾ അതിൽ പോയി പെടരുത്. എല്ലാ വീഡിയോസിന്റെ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ 3 മണിയായി. ഇന്നലത്തെ കുറെ കൊറിയേഴ്സ് ഒരുവിധം ഒതുക്കി ഇന്നത്തത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചേറെ പരിപാടികളിൽ ഇരിക്കുക കേട്ടോ. ആക്ച്വലി നെട്ടയത്തുനിന്ന് നേരെ വന്നിട്ടുള്ള കാഴ്ച കേട്ടോ. നെട്ടയത്തുനിന്ന് വന്ന ഉടനെ വേദ സ്കൂളിൽ പോയ പാടെ കൊറിയർ എല്ലാം പാക്ക് ചെയ്യാൻ പോയി. രാത്രി കൊറിയറൊന്നും പാക്ക് ചെയ്യാൻ ഞാൻ നിന്നില്ലല്ലോ. നെട്ടയത്ത് പോയപ്പോൾ രാവിലെ ബണ്ടിലായിട്ട് കിടപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് അയക്കാനുള്ളതാണ്. ഒരു 11, 12 മണിക്കെങ്കിലും പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുത്താലേ അവർ ചെയ്തു തരത്തുള്ളൂ. 1 മണി 2 മണി വരെ അവർക്ക് ടൈം ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ കൊണ്ടു കൊടുക്കണം. അപ്പോൾ കൊണ്ടു കൊടുത്താലും ഇത്രയും കൊറിയേഴ്സ് ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യണമെങ്കിൽ വളരെ നേരത്തെ ചെയ്യണം. ഞാൻ എൻ്റെ മാക്സിമം ഇരുന്ന് ഞാനും ഏട്ടനും കൂടി ടപ്പേ എന്ന് പറഞ്ഞിട്ട് കൊറിയറെല്ലാം പാഴ്സൽ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇപ്പോൾ വസ്ത്രയും ഞാനും ഇത് മാത്രമേ ഉള്ളൂ. മുമ്പ് ഞാനും കിച്ചനും മാത്രമായിരുന്നു. ഇപ്പോൾ വസ്ത്രയും ഞാനുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. സത്യം പറഞ്ഞാലേ ഞാൻ ഭ്രാന്തികളെ പോലെയാണ് കേട്ടോ. ഇപ്പോഴാണ് രാവിലെ ഈ വീട്ടിനകത്ത് കയറി ഞാൻ ഇപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഉള്ള ഓർഡേഴ്സൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഇന്ന് മുതൽ ഞാൻ വാട്സപ്പ് ത്രൂ ഓർഡേഴ്സും എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് എൻക്വയറീസ് വാട്സപ്പിൽ വരുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും ഇന്നലെ വരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മുതൽ വീണ്ടും വാട്സപ്പ് ത്രൂ എടുക്കുന്നുണ്ട്. കാരണം ഒന്ന് ഫ്രീ ആയാൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ വെബ്സൈറ്റും വാട്സപ്പും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പാടാണ്. ആദ്യത്തെ 2 ദിവസത്തെ ബഹളം കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവും. ഇത്രയും സമയം ബഹളം തന്നെ, ഇപ്പോഴും ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭാഗ്യമല്ലേ അല്ലേ? ഞാൻ എൻ്റെ കണ്ണൊക്കെ എനിക്ക് വേദനിക്കുന്നില്ല. അപ്പം മൊബൈലും ഇങ്ങനെ മാറി മാറി നോക്കി വേദനിക്കുന്നു. വേദ ട്യൂഷന് പോയിരിക്കുക കേട്ടോ. തേനു, അമ്മു, ഗൗതു, ദിയല്ലേ? വേദ ഇപ്പൊ വരും. വേദ അന്വേഷിക്കുകയാണ്. ഇത് രാത്രി 10 മണിയായി കേട്ടോ. അടുത്ത ദിവസത്തെ പാഴ്സലെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ പാഴ്സൽ കൊറിയർ ചെയ്തു. അപ്പോൾ രാത്രിയാണ് നമുക്ക് കൂടുതലും ഓർഡേഴ്സൊക്കെ വരുന്നത്. വെബ്സൈറ്റ് ത്രൂ അബ്രോഡുള്ളവരൊക്കെ ഇതൊക്കെ നാളെ അയക്കാനുള്ളതാണ് കേട്ടോ. അബ്രോഡുള്ളവരൊക്കെ സത്യസന്ധമായിട്ട് 5ഉം 6ഉം സാരിയും മെറ്റീരിയലും ഒക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നും. നമ്മളെ വിശ്വസിച്ച് വാങ്ങുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ നിന്ന് ശരിക്കും വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. എല്ലാവരുമൊക്കെ ഷോപ്പിലൊക്കെ പോയി ഷോപ്പ് ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ളവരിൽ പലരും നമ്മുടെ കയ്യിൽ നിന്ന് ഓൺലൈനായിട്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും ഒക്കെ നമ്മുടെ നിന്ന് വാങ്ങുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ അബ്രോഡുള്ളവർ വേറെ ചോയ്സ് ഇല്ലല്ലോ അമ്മയ്ക്കും അച്ഛന്മാർക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ. അതുകൊണ്ട് അവർ നമ്മുടെ നിന്ന് വാങ്ങും. പക്ഷേ നാട്ടിലുള്ളവർ പലരും നമ്മുടെ നിന്ന്, പലരും ഇല്ല കൂടുതലും പേരും നാട്ടിലുള്ളവർ വാങ്ങുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. നമ്മളിപ്പോൾ എടുത്തതിൽ പകുതിയും പോയി. ഇപ്രാവശ്യം നിറയെ എടുത്തേട്ടോ. കാരണം എപ്പോഴെപ്പോഴും പോകാൻ പറ്റാത്തത് കൊണ്ട് നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും പകുതി കൂടുതലും പോയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മെൻ്റലി ഭയങ്കര സ്ട്രെസ്സാണ്. എങ്കിലും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വേദ ഭയങ്കര കുക്കിംഗ് കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടോ? ആവശ്യമുള്ള ഒന്നും ഈ കൊച്ചിന് വേണ്ട. ഇവിടെ സാമ്പാറും മീൻ വറുത്തതൊക്കെ ഒന്ന് രാവിലെ വന്നപ്പോൾ അമ്മ തന്നു വിട്ടേ. അതെല്ലാം കൊണ്ടുവന്നു. അതൊന്നും വേണ്ട അവൾക്ക്. സോസും ചീസും ഒക്കെ വാരി തേച്ച് അതും ഇതും ഉണ്ടാക്കുകയാണ്. വലിയ ഷെഫ് വേദ മനോജ്. ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാനുള്ള സമയവും കിട്ടുന്നില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ്, സന്തോഷം കേട്ടോ. 11 മണിയാകുമ്പോൾ വീഡിയോ വേണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഓരോ ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പൊ തട്ടിക്കൂട്ടുന്നത്. കാരണം
ദൈവം ഭാഗ്യം കൊണ്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും വസ്ത്രം നല്ല രീതിയിൽ പോവാണ്. ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആണ്. എനിക്കിപ്പോൾ സമയം തികയുന്നില്ല. നേരത്തെ സമയത്തിന് വേണ്ടി സമയം തള്ളി നീക്കാൻ ബുദ്ധിമുട്ടിയ ആളായതിനാൽ എനിക്ക് ഇപ്പൊ സമയം തികയുന്നില്ല. ഭയങ്കര തിരക്കാണ് വസ്ത്രയുടെ പുറകെ നിന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പോലും പ്രോപ്പറായിട്ട് എടുക്കാൻ സമയം കിട്ടുന്നില്ല. കിച്ചണിൽ പോലും ഒന്നും വച്ചില്ല കേട്ടോ. വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇഡ്ഡലി സാമ്പാർ കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് ചോറും മീൻ വറുത്തത് സാമ്പാറൊക്കെ കൊണ്ടുവന്നു. അത് തന്നെ വൈകുന്നേരം ഉണ്ടായിരുന്നു. അതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അപ്പൊ എന്തായാലും പുതിയൊരു നല്ല വിശേഷമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.